ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് കേട്ടോ. അതിൽ 9th ചാപ്റ്ററായ ടുവാർഡ്സ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററാണ് എടുക്കുന്നത്. ടുവാർഡ്സ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ അല്ലേ, തുല്യത അല്ലേ. അപ്പോൾ എന്താണ് ഈ ടുവാർഡ്സ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ തുല്യതയിലേക്ക് അല്ലേ. ദെൻ നോക്കൂ, ഇവിടെ എന്താണ് ഈ കുട്ടി പറയുന്നത്? ഗ്രാൻഡ് പാ, വൈ ഡസ് എവരി വൺ ഹാവ് ഡിഫറെൻറ്റ് കളേർഡ് കാർഡ്സ് വിത്ത് ദം? എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത്, മുത്തച്ഛ എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും കയ്യിൽ എന്താണ് ഡിഫറെൻറ്റ് കളേഴ്സുള്ള കാർഡുകൾ അല്ലേ, വ്യത്യസ്ത നിറങ്ങളിലുള്ള കാർഡുകൾ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പം എന്താണ് ഗ്രാൻഡ്പ പറയുന്നത്? ഡിഫറെൻറ്റ് കളേർഡ് കാർഡ്സ് ആർ ഇഷ്യൂഡ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ ഇൻകം ഓഫ് ഈച്ച് ഫാമിലി. എന്താണ്? ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായത് കൊണ്ടാണെന്ത് വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകളുള്ളത്. ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം, അതായത് ഇൻകം അല്ലേ, അത് എന്താണ് വ്യത്യസ്തമായത് കൊണ്ടാണ് എന്ത് വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകളായത് എന്നാണ് ഈ ഗ്രാൻഡ്പ പറഞ്ഞത്. അപ്പോൾ വൈ ഇസ് ദ ഇൻകം ഓഫ് ഈച്ച് ഫാമിലി ഡിഫറെൻറ്റ്? അപ്പോൾ എന്തുകൊണ്ടാണ് ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം ഡിഫറെൻ്റ് ആയത്? എന്തുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്? വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ദർ ആർ മെനി റീസൺ ഫോർ ദാറ്റ്. എന്താണ്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലേ, ഒരുപാട് റീസൺ ഉണ്ട് എന്നാണ് ഗ്രാൻഡ്പ പറയുന്നത്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ഇൻകം ബിറ്റ്വീൻ ഫാമിലീസ്? അങ്ങനെയാണെങ്കിൽ ഈ ഫാമിലികൾ തമ്മിലുള്ള വരുമാന വ്യത്യാസങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും? കുടുംബങ്ങൾ തമ്മിലുള്ള ഈ വരുമാന വ്യത്യാസങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? Let's listen to the thought of Ninu and Vicky after returning from Peely's village. നോക്കൂ, പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചെത്തിയ നീനുവിന്റെയും വിക്കിയുടെയും ചിന്തകൾ ശ്രദ്ധിക്കൂ. എന്താണ്? I was worried whether I could go everywhere when I went to Peely's village with my friends. Peely, her mother, her father and their village welcomed us with much enthusiasm. How beautiful were the sights in the village. Peely's family uses the agricultural produce cultivated by her father for food. It had the taste of the food that I usually have in my ancestral home in my village. I have to tell my family that we have to start farming on our farmland that is given for lease. I wish we moved back from these government quarters to our ancestral village so that I could enjoy the happiness of my village also. My parents can then go to the office from there. എന്താണ് പറയുന്നത്? അവള് എന്താണ് പീലിൻ്റെ വില്ലേജിൽ നിന്ന് വന്നപ്പോൾ എന്താണ് നീനു ഇപ്പം ചിന്തിക്കുകയാണ് അല്ലേ. എന്താണ്? എല്ലായിടത്തും പോകാനാകുമോ എന്ന ആശങ്കയോട് കൂടിയാണ് എന്ത് ഞാൻ കൂട്ടുകാർക്കൊപ്പം പീലിയുടെ വില്ലേജിലേക്ക് പോയത്. പീലിയും അമ്മയും അച്ഛനും അവരുടെ ഗ്രാമവും നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം എന്ത് രസമായിരുന്നു. പീലിയുടെ അച്ഛൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാണ് അവരുടെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. നാട്ടിലെത്തുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സ്വാദുണ്ടായിരുന്നു അതിന്. പാട്ടത്തിന് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കൃഷിഭൂമിയിൽ ഇനി മുതൽ സ്വന്തമായി കൃഷി ചെയ്യണമെന്ന് വീട്ടിൽ പറയണം. ഈ സർക്കാർ ക്വാർട്ടേഴ്സിൽ നിന്ന് നാട്ടിലേക്ക് താമസം മാറിയാൽ ഗ്രാമത്തിലെ സന്തോഷം കൂടി എനിക്ക് ആസ്വദിക്കാമായിരുന്നു. അച്ഛനും അമ്മയ്ക്കും അവിടെ നിന്നും ഓഫീസിലേക്ക് പോകാമല്ലോ എന്നാണ് എന്ത് നീനു ചിന്തിക്കുന്നത് അല്ലെ. ഇനി വിക്കി ചിന്തിക്കുന്നത് എന്താണ് നോക്കൂ. I went to Peely's village wondering how I could spend a day without any of the amenities of the city. But I too enjoyed a day in Peely's village without mobile network or Wi-Fi. When I returned from there, my perception that only city life was interesting changed completely. The taste of food there is different from the taste of packaged food here. We lead a busy life in a city apartment with parents who are in the business sector. I felt relieved when my grandfather came here after retiring from government service. അപ്പൊ വിക്കി ചിന്തിച്ചത് എന്താണ്? നഗരത്തിലെ സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ എങ്ങനെ ഒരു ദിവസം കഴിച്ചു കൂട്ടുമെന്ന ചിന്തയോട് കൂടിയാണ് എന്ത് ഈ വിക്കി പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയത്. റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാത്ത പീലിയുടെ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ ഞാനും ആസ്വദിച്ചു. അവിടെ നിന്ന് മടങ്ങുമ്പോൾ നഗരജീവിതം മാത്രം രസകരമാണെന്ന എൻ്റെ ധാരണ പൂർണ്ണമായും മാറി. ഇവരെന്താണ് നഗരജീവിതമാണ് അല്ലേ, അവൻ്റെ ആ ഇതാണെന്ത് രസം എന്ന് വിചാരിച്ചിരിക്കുന്നു അല്ലേ. പക്ഷെ അവിടുന്ന് മടങ്ങും വില്ലേജിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് പോരുമ്പോൾ എന്താണ് നഗരജീവിതം മാത്രമേ രസമാണെന്നുള്ളത് എന്താക്കി ആ ധാരണ പൂർണ്ണമായിട്ട് മാറിയില്ലേ. അവിടുത്തെ ഭക്ഷണത്തിന്റെ സ്വാദും ഇവിടുത്തെ പാക്കറ്റ് ഭക്ഷണത്തിന്റെ സ്വാദും വ്യത്യസ്തമാണ്. നാട്ടിലാണെങ്കിൽ എന്താണ്, വില്ലേജിലാണെങ്കിൽ എന്താണ് നല്ല
ഫുഡ് കിട്ടും അല്ലേ. ഇവിടെ നഗരത്തിലാണെങ്കിലോ ആ പാക്കറ്റ് ഭക്ഷണം കിട്ടുന്നത് അല്ലേ, അവിടുന്ന് വാങ്ങുന്നതൊക്കെ അല്ലേ. നഗരത്തിലെ അപ്പാർട്ട്മെന്റിൽ ബിസിനസ്സുകാരായ അച്ഛനമ്മമാർക്കൊപ്പം തിരക്കിട്ട ജീവിതമാണ് ഞങ്ങളുടേത്. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം മുത്തച്ഛൻ കൂടി ഇവിടേക്ക് വന്നപ്പോൾ എനിക്കത് ആശ്വാസമായി. ഓക്കെ, ഇതാണ് വിക്കി ചിന്തിച്ചത് അല്ലേ. ഓക്കെ, ദെൻ haven't you taken note of the thought of both the friends? അപ്പൊ രണ്ട് കൂട്ടുകാരുടെയും ഈ തോട്ട്, ചിന്തകളുടെ വിശദീകരണം ശ്രദ്ധിച്ചല്ലോ. ഡോണ്ട് ദേ ഷെയർ അബൌട്ട് ദ സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് ദെയർ ഫാമിലീസ് ഇൻ ദെയർ തോട്ട്? ഇവരുടെ കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സുകളെ പറ്റി പറയുന്നില്ലേ? അവരുടെ സോഴ്സസ് ഓഫ് ഇൻകം, അവരുടെ ഫാമിലീസിന്റെ സോഴ്സസ് ഓഫ് ഇൻകം എന്താണ് അവർ പറയുന്നുണ്ട് അല്ലെ. ലിസ്റ്റ് ദ സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് ബോത്ത് ദ ഫാമിലീസ്. അപ്പൊ എന്താണ് രണ്ട് കുടുംബത്തിൽ നീനുവിന്റെയും വിക്കിന്റെയും എന്താണ് സോഴ്സസ് ഓഫ് ഇൻകം, അതായത് വരുമാന സോഴ്സ് എന്താണ് സ്റ്റേബിൾ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ലിസ്റ്റ് ദ സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് ബോത്ത് ദ ഫാമിലി. സോഴ്സസ് ഓഫ് ഫാമിലി ഇൻകം ഓഫ് നീനു എന്താണ്? നീനുവിന്റെ വരുമാനത്തിലുള്ള കുടുംബ വരുമാനം എത്ര, എങ്ങനെയാണ്, ഇവിടെ നിന്നാണ് സോഴ്സ് എന്നും, അതുപോലെ വിക്കിന്റെ കുടുംബ വരുമാന സോഴ്സ് എവിടുന്നാണ്, സ്രോതസ് എവിടുന്നാന്നാണ് പറഞ്ഞത് അല്ലെ. നീനുവിന്റെ അവിടെ ലീസ് ഉണ്ട്, പിന്നെ വിക്കിൻ്റെതാ ബിസിനസ്, പിന്നെ നീനുവിന്റെ ഒന്നും കൂടി ഉണ്ടല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ നീനുവിന്റെ എന്താണ്? അഗ്രികൾച്ചർ, ഒന്ന് ലീസാണ്, ഒന്ന് അഗ്രികൾച്ചറൽ ലാൻഡ്, പിന്നെയോ ഗവൺമെന്റ് ജോബ് അല്ലെ. പിന്നെയോ സോഴ്സസ് ഓഫ് ഫാമിലി ഓഫ് ഇൻകം ഓഫ് ഫാമിലി വിക്കിൻ്റെതോ ഒന്ന് ബിസിനസ് ആണ്, ഒന്ന് ഗവൺമെന്റ് സർവീസ് പെൻഷൻ അല്ലെ. അപ്പൊ അച്ഛൻ എന്താണ്, വലിയച്ഛന് അതായത് ഗ്രാൻഡ് ഫാദർ എന്താണ് അവിടുന്ന് പെൻഷനായിട്ട് ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഗവൺമെന്റ് സർവീസ് പെൻഷൻ ഉണ്ട് അല്ലെ. ദെൻ the table shown below gives an approximate estimate of the monthly income of both the families. എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്നത് എന്താ, രണ്ട് കുടുംബത്തിന്റെയും വരുമാനത്തിന്റെ, മാസ വരുമാനത്തിന്റെ ഏകദേശ കണക്കാണ് എന്ത് ചുവടെ നൽകിയിരിക്കുന്നത്. ഫാമിലി വിക്കിന്റെ ഫാമിലിന്റെ എത്ര മന്ത്ലി ഇൻകം 3 lakhന്റെയും 5 lakhന്റെയും ഇടയിൽ അല്ലെ. നീനുവിൻ്റെതോ 1 lakhന്റെയും 3 lakhന്റെയും ഇടയിലാണിത് നീനുവിന്റെ ഫാമിലിന്റെ മന്ത്ലി ഇൻകം. ഈസ് ദ ഇൻകം ഓഫ് ദ ടു ഫാമിലീസ് ദ സെയിം? രണ്ട് ഫാമിലിന്റെയും വരുമാനം ഒരുപോലെയാണോ? അല്ല അല്ലെ, വിക്കിന്റെ കുറച്ച് കൂടുതലാണ് അല്ലെ. ഓക്കെ, ദ ടേബിൾ shown below gives the approximate monthly income of various families in a panchayat. Observe the table and identify the family with the highest income and the one with the lowest income. എന്താണ്, ഒരു പഞ്ചായത്തിലെ വിവിധ കുടുംബങ്ങളുടെ ഏകദേശ മാസ വരുമാന കണക്കാണിത് പട്ടികയിൽ നൽകിയിട്ടുള്ളത്. പട്ടിക നിരീക്ഷിച്ച് ഏറ്റവും ഉയർന്ന വരുമാനമുള്ള കുടുംബവും ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള കുടുംബവും ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫാമിലി വിത്ത് ദ ഹയസ്റ്റ് ഇൻകം എന്താണ്, ഏറ്റവും ഉയർന്ന വരുമാനമുള്ള കുടുംബം ഏതാണ്? ഫാമിലി വിത്ത് ദ ലോവസ്റ്റ് ഇൻകം, ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള കുടുംബം എന്താണ്? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ പഞ്ചായത്തിലെ വിവിധ കുടുംബങ്ങളുടെ ഏകദേശം മാസ വരുമാനം നൽകിയിട്ടുള്ളത് ഇവിടെ അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ്, നിങ്ങളല്ല ഒരു പഞ്ചായത്തിലെ അല്ലെ, ഒരു പഞ്ചായത്തിലെ വിവിധ കുടുംബങ്ങളുടെ ഏകദേശ മാസ വരുമാന കണക്കാണ് എന്ത് താഴെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ABCDEFG അല്ലെ. അപ്പോൾ ഓരോ മാസ വരുമാന കണക്കാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിനെന്താ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾ ഇതിന് ഉയർന്ന വരുമാനമുള്ള കുടുംബം ഏതാണെന്നും പിന്നെ താഴ്ന്ന വരുമാനമുള്ള കുടുംബം ഏതാണെന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫാമിലി വിത്ത് ഹയസ്റ്റ് ഇൻകം ഇതിൽ ഏതാണ് നോക്കൂ. നോക്കൂ 4 lakhന്റെയും 5 lakhന്റെയും ഇടയിലാണ് അല്ലെ. B 3 lakhന്റെയും 4 lakhന്റെയും ഇടയിൽ. CO 2 lakhന്റെയും 3 lakhന്റെയും ഇടയിൽ. D 1 lakhന്റെയും 2 lakhന്റെയും ഇടയിൽ. പിന്നെ ആണെങ്കിലോ 15,000ന്റെയും 1 lakhന്റെ ഇടയിലാണ്. പിന്നെയോ F 25,000ന്റെയും പിന്നെ 15,000ന്റെ ഇടയിലാണ് ഇവരെ മാസ വരുമാനം അല്ലെ. പിന്നെയോ ജിയോ 10,000ന്റെയും 25,000ന്റെ ഇടയിലാണ് ജിന്റെ വരുമാനം അല്ലെ. അപ്പൊ ഇതിൽ ഹയസ്റ്റ് ഇൻകം ഉള്ള ഏത് ഫാമിലിയാ? A ആണ് അല്ലെ. അപ്പൊ അവിടെ നിങ്ങൾ എന്താക്കുക? A എന്ന് എഴുതുക അല്ലെ. ഫാമിലി A എന്ന് എഴുതുക. നിങ്ങളുടെ എന്താണ് ഫാമിലി A. ഓക്കെ, ദെൻ ഫാമിലി വിത്ത് ദ ലോവസ്റ്റ് ഇൻകം. ഇതിലേതാ ലോവസ്റ്റ് ഇൻകം ആർക്കാണ്? ലോവസ്റ്റ് ഇൻകം ജിക്കാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്താക്കുക? ലോവസ്റ്റ് ഇൻകം ഉള്ളത് ജി എന്ന് എഴുതുക. ഓക്കെ, ഫാമിലി ജി എന്ന് അവിടെ എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ എന്താണ് റീസൺ ഫോർ ഡിഫറൻസ് ഇൻ ഫാമിലി ഇൻകം? എന്തുകൊണ്ടാണ് ഈ ഫാമിലിക്കൊക്കെ കുടുംബ വരുമാനത്തിന്റെ വ്യത്യാസത്തിന്റെ കാരണങ്ങൾ എന്താണ് അല്ലെ? ഡിഫറൻസ് ഇൻകം ഫ്രം എംപ്ലോയ്മെന്റ് അല്ലെ. എന്താണ്? തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിന്റെ വ്യത്യാസമാണ്. പിന്നെ ഡിഫറൻസ് ഇൻ ദ സോഴ്സസ് ഓഫ് ഇൻകം, വരുമാന സോഴ്സ് ഉണ്ടല്ലോ അതിന്റെ വ്യത്യാസം അല്ലെ. അതൊക്കെയാണ് എന്ത് റീസൺ ഫോർ ഡിഫറൻസ് ഇൻ ഫാമിലി ഇൻകം. എന്താണ്, പല കുടുംബങ്ങൾക്കും എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഫാമിലി ഇൻകം ആണ് ഉള്ളത്. കാരണം എന്താണ്?
എന്താണ് പല ആൾക്കും പല തൊഴിലല്ലേ, ഒരാളിപ്പോൾ ഡ്രൈവർ ആണെങ്കിൽ ഒരാൾ എഞ്ചിനീയർ, ഒരാൾ ഡോക്ടർ, അവർക്കൊക്കെ പല വ്യത്യാസമായിട്ടുള്ള ശമ്പളമല്ലേ അവർക്കൊക്കെ ഓരോന്നും കിട്ടുന്നത് അല്ലേ. അതുപോലെ എന്താണ് ഡിഫറൻസ് ഇൻ സോഴ്സസ് ഓഫ് ഇൻകം, വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസമുണ്ട് അല്ലേ. ഓക്കെ, അടുത്ത എന്താണ് ഡിഫറൻസ് ഇൻ ഇൻകം ഫ്രം എംപ്ലോയ്മെന്റ്. നോക്കൂ, തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിന്റെ വ്യത്യാസമാണിത് അല്ലേ. ഡിഫറൻസ് ഇൻ ഇൻകം ഫ്രം എംപ്ലോയ്മെന്റ്, തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിന്റെ വ്യത്യാസം. ഇവിടെ നോക്കൂ, ഒരു ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ആരാണ്? ഇവിടെ ഈ തലേ ചുമടെത്തി പോകുന്നവരൊക്കെയാണ് അല്ലേ. പിന്നെ കച്ചവടക്കാർ അല്ലേ. ഫ്രം ദ എബോവ് പിക്ചർ പോയിന്റ് ഔട്ട് ദ ഡിഫറെന്റ് എംപ്ലോയ്മെന്റ് ദാറ്റ് ദ പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ. അപ്പോൾ മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ വിവിധ വ്യക്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകൾ ഏതെല്ലാമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ പറയുക, അന്ന് ടീച്ചിങ് ആണല്ലേ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, അവിടെ ടീച്ചിങ് ചെയ്ത് കേട്ടോ, TEACHING ടീച്ചിങ്. പിന്നെ ഇതെന്താണ്, കൺസ്ട്രക്ഷൻ വർക്കാണ്. അപ്പോൾ താഴെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തുക, CONSTRUCTION കൺസ്ട്രക്ഷൻ വർക്ക്, WORK വർക്ക്. ഓക്കെ, ഇതെന്താണ്, ഹെവി ലേബർ ആണ് അല്ലേ, ഹെവി ലോഡ് ലേബർ ആണ് അല്ലേ. അപ്പോൾ HEAVY ഹെവി, പിന്നെ ലോഡ് LOAD ലോഡ്, ലേബർ LABOUR. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതെന്താ, ട്രേഡ് കച്ചവടമാണ് അല്ലേ, TRADE ട്രേഡ് ഇവിടെ എഴുതുക കേട്ടോ. ഓക്കെ, ഡു യു തിങ്ക് ദാറ്റ് ദോസ് ഹു എൻഗേജ്ഡ് ഇൻ ഡിഫറെന്റ് എംപ്ലോയ്മെന്റ്സ് ഗെറ്റ് ദ സെയിം ഇൻകം. അപ്പോൾ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരേ വരുമാനമാണ് ലഭിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് ദ ഇൻകം ഫ്രം ഇറ്റ് വേരീസ്. എന്താണ്, തൊഴിലിന്റെ സ്വഭാവം അനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും വ്യത്യസ്തമാകും അല്ലേ. എല്ലാവർക്കും ഒരുപോലെ അല്ല അല്ലേ. തൊഴിലിന്റെ സ്വഭാവം അനുസരിച്ച് എന്താണ്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്താണ്, വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഡിഫറൻസ് ഇൻ ദ സോഴ്സസ് ഓഫ് ഇൻകം, എന്താണ്, വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസമാണ് ഇനി പറയുന്നത്. വേരിയേഷൻ ഇൻ ദ സോഴ്സസ് ഓഫ് ഇൻകം ഈസ് എ മേജർ കോസ് ഓഫ് വേരിയേഷൻ ഇൻ ദ ഫാമിലി ഇൻകം. ബാങ്ക് ഡെപ്പോസിറ്റ്, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് അസറ്റ്സ് ആർ വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം. Income will vary based on the difference in the sources of income. Those who have high income can meet more needs. However, people of the low income group are often unable to meet even their basic needs. വരുമാന സ്രോതസ്സിൽ നിന്ന് സോഴ്സ് ഓഫ് ഇൻകം, അതിലുണ്ടാകുന്ന വ്യത്യാസം എന്താണ്, കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നതിന്റെ പ്രധാന കാരണമാണ് അല്ലേ. വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നതിന്റെ പ്രധാന കാരണമാണ്. അതുപോലെ ബാങ്ക് ഡെപ്പോസിറ്റ്, പിന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ്, ഓഹരി നിക്ഷേപം, പിന്നെന്താണ് അസറ്റ് ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ് അല്ലേ. ചിലർക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാവും, ചിലർക്ക് എന്താണ് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട് അല്ലേ, ഓഹരി നിക്ഷേപം അതുണ്ടാവും. ചിലർക്ക് എന്താണ് പാരമ്പര്യമായി കിട്ടിയ ഇതുണ്ടാവും, അല്ലെങ്കിൽ സ്വന്തം ഉണ്ടാക്കിയ ആസ്തികൾ ഉണ്ടാവും. എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകൾ. അതൊക്കെ അല്ലേ വരുമാന സ്രോതസ്സുകളിലുള്ള വ്യത്യാസം അനുസരിച്ച് വരുമാനത്തിനും വ്യത്യാസം ഉണ്ടാവും അല്ലെ. വരുമാന സ്രോതസ്സിലുള്ള ഒരു വ്യത്യാസം അനുസരിച്ച് എന്താണ്, ഈ വരുമാനത്തിനും വ്യത്യാസം ഉണ്ടാവും. ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു അല്ലെ. എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്കോ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പല അവസരങ്ങളിലും എന്താണ് നിറവേറ്റാൻ സാധിക്കാതെ വരുന്നു അല്ലെ. വലിയ പൈസ ഉള്ള ആൾക്കാർക്ക് എന്താണ് അവരുടെ പല കാര്യങ്ങളും നിറവേറ്റാൻ കഴിയുന്നുണ്ട് അല്ലെ. പക്ഷെ ചെറിയ വരുമാനമുള്ളവർക്ക് എന്താണ് അവരുടെ പല ആവശ്യങ്ങൾ പോലും പല അവസരങ്ങളിലും എന്താണ് നിറവേറ്റാൻ കഴിയാറില്ല അല്ലെ. Then generally families can be classified into 3 groups based on their income. വരുമാനത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താണ് അറിയാലോ, പൈസ ശമ്പളമൊക്കെ കിട്ടുന്നവർക്ക് ശമ്പളമാണ് നമ്മളെ വരുമാനം അല്ലെ. ചിലർക്ക് എന്താണ് ദിവസക്കൂലി ആയിരിക്കും, അപ്പൊ അതായിരിക്കും വരുമാനം അല്ലെ. അപ്പൊ ഈ ഫാമിലീസ് എന്താണ് വരുമാനത്തിന്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഫാമിലികളെ 3ആയി തരംതിരിക്കാം. എന്താണ് ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് ഹൈ ഇൻകം, എന്താണ് ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ. ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് മോഡറേറ്റ് ഇൻകം, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ. ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് ലോ ഇൻകം, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ അല്ലെ. ഇതൊക്കെ 3ആയിട്ട് നമുക്ക് തിരിക്കാം അല്ലെ. ഒന്ന് ഹൈ ഇൻകം ഉള്ളവർ, ഒന്ന് മോഡറേറ്റ് ഇൻകം, ഒന്ന് ലോ ഇൻകം അല്ലെ. ഡിസ്കസ് ദ എക്സ്റ്റെന്റ് ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് ഫാമിലി ഇൻകം ഇൻ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് യുവർ ഫാമിലി അല്ലെ. നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കുടുംബ വരുമാനം എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നത് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Haven't you noticed that there is a difference between the income generated from a job and from other sources? The inequality in employment and income leads to the economic inequality in the society. Inequality occurs when the available resources in a society are not distributed equally. എന്താണ് തൊഴിലിൽ നിന്നും മറ്റ് വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ വ്യത്യാസമുള്ളതായി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? തൊഴിലിൽ നിന്നും മറ്റ് വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ വ്യത്യാസമുള്ളതായി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം ആ സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നുണ്ട്. ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണെന്ത് എന്താണ് ഈ ഡിസ്ട്രിബ്യൂട്ട്
ഇൻഇക്വാളിറ്റി വരുന്നത് അല്ലെ. എന്താണ്, ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് എന്ത് അസമത്വം ഉണ്ടാകുന്നത് അല്ലെ. ഓക്കെ, ഇൻഇക്വാളിറ്റി occurs when the available resources in a society are not distributed equally. ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് സമൂഹത്തിലെ വിഭവങ്ങൾ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തത് കാരണമാണ് എന്ത് ഈ ഇൻഇക്വാളിറ്റി ഉണ്ടാകുന്നത്. എക്കണോമിക് ഇൻഇക്വാളിറ്റി എന്താന്ന് നോക്കാം നമുക്ക്. എന്താണ് economic inequality? Refers to the unequal distribution of wealth, income or resources among individuals or groups in a society. This often leads to the inequalities of access to opportunities, education, employment, healthcare and political power. Governments seek to address economic inequality through implementing various policies and initiatives aimed at a more equitable distribution of resources and opportunities. എന്താണ് സാമ്പത്തിക എക്കണോമിക് ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് സാമ്പത്തിക അസമത്വം. ഓക്കെ, ഈ എക്കണോമിക് ഇൻഇക്വാളിറ്റി എന്ന് റെഫർ ചെയ്യുന്നത് എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ, ഒരു സമൂഹത്തിലെ ആളുകൾ അല്ലെങ്കിൽ ഒരു എന്താണ് ഗ്രൂപ്പ്സ് ഇൻ എ സൊസൈറ്റി, സംഘങ്ങൾക്കിടയിലോ എന്താണ്, അതായത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എക്കണോമിക് ഇൻഇക്വാളിറ്റി എന്നത് എന്താണ്, ഒരു സമൂഹത്തിലെ ഒരു സൊസൈറ്റിയിലെ ആളുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്കിടയിൽ ഈ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ എന്താണ് റിസോഴ്സസ്, വിഭവങ്ങൾ എന്നിവയുടെ എന്താണ് ഈ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അസമമായ ദിസ് ഓഫൻ ലീഡ്സ് ടു ഇൻഇക്വാലിറ്റീസ് ഓഫ് ആക്സസ് ടു ഓപ്പർച്യൂണിറ്റീസ്, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, ഹെൽത്ത് കെയർ ആൻഡ് പൊളിറ്റിക്കൽ പവർ അല്ലെ. അതിന്റെ എന്താണ് അതിലെ ഈ അസമമായ തുല്യത ഇല്ലാത്ത വിതരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് പലപ്പോഴും എന്താണ് അവസരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്തിയിലെ എന്താണ് ഇൻഇക്വാളിറ്റിയിലേക്ക് നയിക്കുന്നു. ഈ റിസോഴ്സിന്റെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും എന്താണ് സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ എന്താണ് സർക്കാർ ശ്രമിക്കുന്നുണ്ട് അല്ലെ. ഇതാണ് എക്കണോമിക് ഇൻഇക്വാളിറ്റി. Does only inequality exist in the economic sector of the society? എന്താണ് സാമ്പത്തിക ഈ എക്കണോമിക് ഇൻഇക്വാളിറ്റി എന്താണ് മാത്രമാണോ സമൂഹത്തിൽ കാണുന്നത്? കുറിപ്പുകൾ വായിക്കാം, നമുക്ക് നോക്കാം. നോക്കൂ, ഇന്റർ ഡൈനിങ് എന്താ മിശ്രഭോജനം അല്ലെ. സിൻസ് ദ ബിഗിനിങ് ഓഫ് ദ 19th century many struggles have been started in Kerala to put an end to the discrimination that existed in the consumption of food essential for sustaining the very life. Since the Samapandi Bhojanam, which was led under the leadership of Ayya Vaikunta Swami's Samatva Samaj, many struggles have been held in this way. One of the most notable of these protests is the Mishra Bhojanam organized by K. Ayyappan, the editor of the newspapers Sahodaran in Cherai, Ernakulam district on 29 May 1917. Consequently, he had to endure severe physical torture and threats. This event was a milestone among the struggles against discrimination. Dana അയ്യ വൈകുണ്ഠ സ്വാമികള് സഹോദരൻ അയ്യപ്പനും ഇവരാണ് അല്ലെ. ദെൻ അപ്പൊ എന്താ അവിടെ പറയുന്നത് മിശ്രഭോജനം എന്നുള്ളതാണ് അല്ലെ. ഇന്റർ ഡൈനിങ് മിശ്രഭോജനം, ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അല്ലെ. ഇവിടെ നോക്കൂ, ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന ഒരു വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ എന്താണ് ഈ 19th centuryന്റെ ആരംഭം മുതൽ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അയ്യ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത് അല്ലെ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണിത്. 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിയിൽ സഹോദരൻ പത്രത്തിന്റെ പത്രാധിപരായ കെ അയ്യപ്പൻ സംഘടിപ്പിച്ച ഈ മിശ്രഭോജനം ഇന്റർ ഡൈനിങ്. ഇത് കാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയും നേരിടേണ്ടി വന്നു. വിവേചനത്തിനെതിരായ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ഇതിലെ. ഇത് ഡിസ്ക്രിമിനേഷന്റെ പകരമായിരുന്നു ഇതിലെ. ഭയങ്കര എന്താണ് പണ്ടൊന്നും ആൾക്കാരെന്താണ് ഒരുമിച്ചിരുന്ന് ഒരു ഇതൊന്നും ഭക്ഷണമൊന്നും കഴിക്കൂലായിരുന്നു അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോരാടി ഇന്ത്യയിലെ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ അല്ലെ. അതിന് എന്താണ് ഈ സഹോദര അയ്യപ്പൻ എന്താണ് ഭീഷണിയും മർദ്ദനും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, അതാണ് ഇവിടെ. ഇനി അപ്പർ ക്ലോത്ത് പ്രൊട്ടസ്റ്റ്, മേൽമുണ്ട് സമരം എന്താണെന്ന് നോക്കിയേ.
എന്താണ് നോക്കാം നമുക്ക് അല്ലെ. ദ അപ്പർ ക്ലോത്ത് പ്രൊട്ടസ്റ്റ് വാസ് led by the women of South Travancore from the beginning of the 19th century for the right to use upper cloth as part of their dress. After a series of protests, the Travancore government proclaimed the right to wear any dress for everyone irrespective of caste or religion according to their will and pleasure. However, many were not able to wear their favorite clothes due to the customs imposed by the caste system. എന്താണ് ഈ വസ്ത്രധാരണാവകാശത്തിന് വേണ്ടി എവിടെയാണ് സൗത്ത് ട്രാവാങ്കൂറിലെ സ്ത്രീകൾ എന്താണ് ഈ 19th സെഞ്ചുറിന്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് എന്ത് ഈ അപ്പർ ക്ലോത്ത് പ്രൊട്ടസ്റ്റ്, അതായത് മേൽമുണ്ട് സമരം. ദീർഘകാലത്തെ സമരത്തിന് ശേഷം എന്താണ് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ടെന്താണ് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി അല്ലെ. എങ്കിലും ഈ ജാതിന്റെ ആചാരത്തിന്റെ പേരിൽ എന്താണ് പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല അല്ലെ. പണ്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊന്നും ആർക്കും ധരിക്കാനും ഇതിനൊന്നും കഴിഞ്ഞില്ല അല്ലെ. പണ്ടൊന്നും ജനിക്കാനേ നന്നായില്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇടാൻ നമുക്ക് അന്നൊന്നും കഴിയില്ലായിരുന്നില്ലേ. അതിനുവേണ്ടി ഒരുപാട് ആൾക്കാർ സമരമൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ സമരം നടത്തിയിട്ട് എന്താണ് വിളംബരം പുറപ്പെടുവിച്ചിട്ട് എന്താണ് ഈ ജാതിയുടെ പേരിൽ എന്താണ് വീണ്ടും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ നമുക്ക് പലർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദെൻ അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ എന്താന്ന് നോക്കാം നമുക്ക്. ദ ട്രാവൻകൂർ ഗവൺമെന്റ് പ്രൊവൈഡഡ് ഫ്രീ എഡ്യൂക്കേഷൻ അപ് ടു ദ 4th standard to all categories of children irrespective of caste and religion. However, the so-called upper caste school authorities did not admit children hailing from lower caste. As a protest against this, Ayyangali took the hand of a Dalit girl named Panchami and went to Urutambalam school and demanded that she be admitted to the school. Although the authorities were forced to grant admission to Panchami, the upper caste people set fire to the school the same night. The debris of the burned bench and other equipments is kept in the school museum. Thereafter, the school has been named Ayyangali Panchami Memorial School, Uratumbalam, തിരുവനന്തപുരം അല്ലേ. അപ്പൊ എന്താ ഇവിടെ പറയുന്നത് നോക്കിയാൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്ക് എന്താണ് 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു അല്ലെ. എന്നിട്ട് എന്താക്കി ഈ മേൽജാതിക്കാരിലെ ഉയർന്ന ജാതിക്കാര് എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ എന്താക്കി ഈ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് എന്താണ് പ്രവേശനം നൽകിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഈ സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്ന് പേരുള്ള ഒരു ദളിത് ബാലികയെ ദളിത് പെൺകുട്ടിയെ കൈപിടിച്ച് എന്താണ് ഊരൂട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ എന്താണ് അയ്യങ്കാളി ആവശ്യപ്പെട്ടു അല്ലെ. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അവരെന്താക്കി പഞ്ചമിക്ക് അന്ന് എന്താക്കി നിർബന്ധം കൊണ്ട് ഇവരെന്താക്കി പഞ്ചമിക്ക് അവിടെ അഡ്മിഷൻ കൊടുത്തു അല്ലെ. അന്ന് രാത്രി എന്താക്കി മേൽജാതിക്കാർ ഉയർന്ന ജാതിക്കാരെന്ന് അവകാശപ്പെടുന്ന ആൾക്കാരെന്താക്കി സ്കൂളിൽ തീയിട്ട് അല്ലെ. കത്തിക്കരിഞ്ഞ ബെഞ്ചിന്റെയും മറ്റു ഉപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ എന്താണ് സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അല്ലെ. ആ സ്കൂളിനാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തോരം കഷ്ടപ്പാടുകളല്ല അന്നൊക്കെ ഓരോരുത്തരും കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് നമുക്ക് ഇന്നുള്ള ഈ സ്വാതന്ത്ര്യവും അതുപോലെ നമുക്ക് ഉള്ള ഓരോ എന്താണ് നേട്ടങ്ങളും അല്ലെ. ദെൻ വാട്ട് കൈൻഡ് ഓഫ് ഇന്നിക്വാളിറ്റീസ് ആർ മെൻഷൻഡ് ഹിയർ? എന്തൊക്കെ തരത്തിലുള്ള ഇന്നിക്വാളിറ്റീസ് ആണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്? ആ സ്കൂളിലേക്കുള്ള അഡ്മിഷൻ അല്ലെ. പിന്നെന്താണ് Okay, then social inequality is a condition where all groups of people are not socially equal. The unequal condition in status, rights and opportunities creates social inequality. എന്താണ് സാമൂഹികമായി എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണെന്ത് സാമൂഹിക ഇന്നിക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ. പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥ എന്താണ് ഈ സോഷ്യൽ ഇന്നിക്വാളിറ്റി സൃഷ്ടിക്കുന്നുണ്ട് അല്ലെ. നോക്കൂ, സോഷ്യൽ ഇന്നിക്വാളിറ്റി refers to the unequal distribution of resources, opportunities and status within a society. Social inequality manifests itself in various forms of such as inequality in income and wealth, lack of access to education and healthcare, discrimination based on race and gender, and unequal representation in political and social institutions. The government formulates policies aimed at promoting equality, justice and equal opportunities for all members of society to address social inequality. എന്താ അവിടെ പറയുന്നത് മക്കളെ? എന്താണ് സോഷ്യൽ ഇനിക്വാളിറ്റി?
എന്താണ് സോഷ്യൽ ഇൻഇക്വാളിറ്റി അല്ലേ? നമ്മൾ ഈ സോഷ്യൽ ഇൻഇക്വാളിറ്റി എന്ന് എന്താ അറിയോ, നമ്മുടെ സൊസൈറ്റിയിലുള്ള റിസോഴ്സസ്, അതുപോലെ അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ എന്താണ് ഈക്വൽ അല്ലാത്ത വിതരണത്തെ സൂചിപ്പിക്കുന്നു അല്ലേ? ഈ വരുമാനത്തിലെ ഇൻഇക്വാളിറ്റി, അതുപോലെ എന്താണ് സമ്പത്തിലെ ഇൻഇക്വാളിറ്റി, പിന്നെന്താണ് വരുന്നത് നോക്കിയ സമ്പത്തിലെ ഇൻഇക്വാളിറ്റി, പിന്നെന്താ ഈക്വൽ അല്ലായ്മ അല്ലേ? പിന്നെന്താണ് വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും എന്താണ് അവസരമില്ലായ്മ. അപ്പം അതുപോലെ എന്താണ് വംശം, ജാതി, ലിംഗ, പദവി എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെ, വിവേചനം, ഇതാക്കുക. അതുപോലെ രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ എന്താണ് ഈക്വൽ അല്ലാത്ത പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക ഇൻഇക്വാളിറ്റി പ്രകടമാക്കുന്നുണ്ട് അല്ലേ? ഈ നമ്മൾ ഈ സോഷ്യൽ ഇൻഇക്വാളിറ്റിയെ ഉന്മൂലനം ചെയ്ത് അതിനെ ഒഴിവാക്കുന്നതിനായിട്ട് എന്താണ് സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും എന്താണ് തുല്യത, നീതി, തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടിട്ടുള്ള നയങ്ങൾ എന്താണ് സർക്കാർ എന്താക്കുക രൂപീകരിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് സാമൂഹിക അസമത്വം മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഡിസ്ക്രിമിനേഷന് എന്താണ് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഇത് വിവേചനം ഉണ്ട് അല്ലേ, ഓരോ കാര്യത്തിനും വിവേചനമാണ് അല്ലേ? അപ്പോൾ എന്താണ് അതൊക്കെ ഒഴിവാക്കാൻ എന്താണ് ഇപ്പോൾ സർക്കാർ ഓരോന്നും എല്ലാവർക്കും തുല്യതയും നീതിയും തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടിട്ട് എന്താണ് ഓരോ നയങ്ങൾ എന്താണ് സർക്കാർ രൂപീകരിക്കുന്നുണ്ട്. ഓക്കെ, then why did people from certain social groups have to face discrimination? Do similar situation exist in society? Discuss. എന്തുകൊണ്ടാണ് ചില സാമൂഹിക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് വിവേചനം നേരിടേണ്ടി വന്നത്? സമാനമായ സാഹചര്യങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Let's examine the causes of social inequality and the factors that influence them. എന്താണ് സാമൂഹിക അസമത്വത്തിന് ഇടയാകുന്ന ഈ സോഷ്യൽ ഇൻഇക്വാലിറ്റിക്ക് ഇടയാകുന്ന കാരണങ്ങളും അവയെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സും എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. നമുക്ക് കോസസ് ഓഫ് സോഷ്യൽ ഇൻഇക്വാലിറ്റി, എന്താണ് സോഷ്യൽ ഇൻഇക്വാലിറ്റിയിലുള്ള കാരണങ്ങളാണിത് അല്ലേ? ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതായത് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നോക്കൂ, ഈ ഇക്കണോമിക് ഇൻഇക്വാളിറ്റീൻ്റെ കാരണം എന്താണെന്ന് നോക്കുക. ഈ സാമ്പത്തിക അസമത്വത്തിനുള്ള അല്ലേ എക്കണോമിക് ഇൻഇക്വാളിറ്റീനാണ് എന്താണ് കോസസ് ഓഫ് സോഷ്യൽ ഇൻഇക്വാലിറ്റി. എന്താണ് ഈ സോഷ്യൽ ഇൻഇക്വാളിറ്റീനുള്ള കാരണങ്ങളെന്ന് എക്കണോമിക് ഇൻഇക്വാളിറ്റിയാണ് അല്ലേ? ഓക്കെ, അതിൻ്റെ കാരണം എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകം ഏതാണ്? ഡിസ്പാരിറ്റി ഇൻ ഇൻകം, അൺഎംപ്ലോയ്മെൻറ്റ്, ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ഡിഫറൻസ് ഇൻ വേജസ് ഓർ സാലറി അല്ലേ? എന്താണ് ഡിസ്പാരിറ്റി ഇൻ ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനത്തിലെ വ്യത്യാസം, അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ തൊഴിലില്ലായ്മ, ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങളുടെ ലഭ്യത കുറവ്, ഡിഫറൻസ് ഇൻ വേജസ് സാലറി കൂലി ശമ്പളത്തിലെ വ്യത്യാസം അല്ലേ? പിന്നെ അടുത്ത് നോക്കൂ, സോഷ്യൽ ഇൻഇക്വാളിറ്റിൻ്റെ കാരണം അടുത്ത ഏതാണ്? എഡ്യൂക്കേഷണൽ ഇൻഇക്വാളിറ്റി ആണ് അല്ലേ? എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ഇൻഇക്വാളിറ്റി അല്ലേ? ലാക്ക് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ലേ? ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ എന്താണ് കുറവ് അല്ലേ? അതുപോലെ ലിമിറ്റഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, എന്താണ് ലിമിറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ അവസരങ്ങൾ. അതിനടുത്ത് എന്താണ് ഇൻഇക്വാളിറ്റി വിത്തിൻ സോഷ്യൽ സ്ട്രക്ചേഴ്സ്, സോഷ്യൽ സ്ട്രക്ചേഴ്സിലുള്ള അസമത്വം. എന്താണ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ, റേസ്, ജെൻഡർ, സ്റ്റാറ്റസ് ആൻഡ് സ്പെഷ്യൽ നീഡ്സ്. എന്താണ് ജാതി, മതം, വംശം, ലിംഗ, പദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഡിസ്ക്രിമിനേഷൻ, വിവേചനം അല്ലേ? ഇൻഇക്വാളിറ്റി ഡ്യൂ ടു സോഷ്യൽ നോംസ്, സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന ഇൻഇക്വാളിറ്റി. പിന്നെ നെക്സ്റ്റ് എന്താണ് ജോഗ്രഫിക്കൽ ഇൻഇക്വാളിറ്റീസ്. എന്താണ് ഭൂമിശാസ്ത്രപരമായ എന്താണ് ഇൻഇക്വാളിറ്റീസ് ആണ് അല്ലേ? അതെന്താണ് റൂറൽ അർബൻ ഡിസ്പാരിറ്റി, എന്താണ് റൂറൽ അർബൻ വ്യത്യാസം, ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, എന്താണ് വിഭവങ്ങളുടെ ലഭ്യത കുറവ് അല്ലേ? ദെൻ നെക്സ്റ്റ് എന്താ നോക്കൂ കോസ് ഹിസ്റ്റോറിക്കൽ ഫാക്ടറാണ് അല്ലേ? അടുത്ത കാരണം എന്താണ് ഹിസ്റ്റോറിക്കൽ ഫാക്ടറാണ് അല്ലേ? അതിലെന്താണ് കോളനൈസേഷൻ അല്ലേ, കോളനിവൽക്കരണം, സ്ലേവറി എന്താണ് അടിമത്തം, പിന്നെ റിപ്രഷൻ എന്താണ് അടിച്ചമർത്തലുകൾ, ഇതൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ അല്ലേ? ദെൻ ഡിസ്കസ് ദ കോസസ് ഓഫ് ലീഡിങ് ദ സോഷ്യൽ ഇൻഇക്വാളിറ്റി ആൻഡ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദം ഇൻ യുവർ ക്ലാസ് ആൻഡ് മേക്ക് നോട്ട്സ്. സാമൂഹിക അസമത്വത്തിന്റെ കാരണങ്ങളും അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ് അവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കൂ, ശാന്തി ഈസ് സ്റ്റഡിങ് ഇൻ ക്ലാസ് 5. ഹെർ ഫാമിലി consist of father, mother, sister and brother. Being in the coastal area, they live in fear when the sea gets rough. The biggest problem they face is the absence of a safe and secure home. എന്താ അവിടെ പറയുന്നത് നോക്കിയാൽ ശാന്തി അല്ലേ? ശാന്തി എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? അവൾക്ക് അച്ഛനും അമ്മയും ചേച്ചിയും അനുജനുമുണ്ട്. തീരപ്രദേശത്ത് താമസിക്കുന്ന അവർ എന്താണ് കടലാക്രമണം രൂക്ഷമാകുമ്പോൾ ഭീതിയോടെയാണ് പേടിയോടുകൂടി അവിടെ കഴിയുന്നത് അല്ലേ?
കെട്ടുറപ്പുള്ള വീടില്ലാത്തവരാണെന്ത് അവർ കെട്ടുറപ്പുള്ള വീടില്ലാത്തവരാണെന്ത് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലേ. നല്ല അവരുടെ പ്രശ്നം എന്താണ്? സേഫ് ആയിട്ടുള്ളൊരു ആബ്സെൻസ് ഓഫ് സേഫ് അല്ലാത്ത വീടാണ് ആണെന്ത് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെ. ആകാശ് ആൻഡ് ഹിസ് ഫാമിലി live in a hilly area. It is difficult for Akash and his sisters to go to school due to inadequate transport facilities. എന്താണ്? ആകാശും കുടുംബവും എന്താണ് ഈ ഒരു ഹില്ലി ഏരിയയിലാണ് അല്ലെ, ഒരു മലയോര മേഖലയിലാണ് താമസിക്കുന്നത്. വാഹന സൗകര്യമില്ലാത്തതിനാൽ ആകാശിനും സഹോദരിമാർക്കും സ്കൂളിൽ പോകുന്നതിന് ഭയങ്കര പ്രയാസമാണ് അല്ലെ. അവിടെ കൺസിഡർ ദ അബൌട്ട് ടു സീനറീസ്, വാട്ട് ആർ ദ പ്രോബ്ലംസ് ദേ ഫേസ്. ഒന്ന് മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ട് ഈ സാഹചര്യങ്ങളും ശ്രദ്ധിക്കുക. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരാൾ നേരിടുന്ന പ്രശ്നം എന്താണ്? പേടിയാണ് അല്ലെ. കാരണം എന്താണ്? വീടിന് കെട്ടുറപ്പില്ലാത്തതുകൊണ്ട് എന്താണ് ഈ എന്താണ് കടലാക്രമണം ഉണ്ടാവുമോ എന്നുള്ള പേടി അല്ലെ. നെക്സ്റ്റ് ആകാശിന് അവർക്ക് എന്താണ് സ്കൂൾക്കും അതുപോലെ എവിടേക്കെങ്കിലുമൊക്കെ പോകണമെങ്കിൽ എന്താണ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇല്ല അല്ലെ, ഹില്ലി ഏരിയയിലായതുകൊണ്ട്. ഓക്കെ, ഷുഡിൻ ഓൾ ദിസ് ബി addressed while resolving the problems of Shanti and Akash? The issue of all other communities who face social inequality have to be resolved. Social progress is possible only when the basic needs of all the people are met. Adequate facilities and conditions for the same have to be set up. Addressing social inequality requires comprehensive policy reforms. To this end, government formulates and implements educational initiatives and projects for social justice ആൻഡ് ഈക്വൽ റൈറ്റ്സ്. ഇവയെല്ലാം പരിഹരിക്കേണ്ടതാണ് അല്ലെ. ഈ കുട്ടികൾക്ക് ഉള്ള പ്രശ്നങ്ങൾ അല്ലെ, എന്താണ് ഇവർക്ക് എന്താണ് കടലാക്രമണവും അതുപോലെ എന്താണ് ട്രാൻസ്പോർട്ട് ഇല്ലായ്മയും ഒക്കെ എന്താണ് അവയൊക്കെ പരിഹരിക്കേണ്ടതാണ് അല്ലെ. ശാന്തിയുടെയും ആകാശിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം എന്താണ് സാമൂഹിക അസമത്വം നേരിടുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ എന്താണ് പരിഹരിക്കേണ്ടതുണ്ട് അല്ലെ. എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്താണ് നിറവേറ്റുമ്പോഴാണെന്ത് നമുക്ക് എന്താണ് സോഷ്യൽ പ്രോഗ്രസ് ഉണ്ടാകുന്നത് അല്ലെ, സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കേണ്ടതുണ്ട്. സാമൂഹിക ഇൻഇക്വാളിറ്റിനെ അഭിസംബോധന ചെയ്യുന്നതിന് എന്താണ് സമഗ്രമായ എന്താണ് നല്ലൊരു പരിഷ്കരണങ്ങളൊക്കെ ആവശ്യമാണ് അല്ലെ. ഇതിനായി എന്താണ് വിദ്യാഭ്യാസ സംരംഭങ്ങളും പിന്നെ അതുപോലെ എന്താണ് സാമൂഹിക എന്താണ് പറയുന്നത് നോക്ക്, വിദ്യാഭ്യാസ സംരംഭങ്ങളും സാമൂഹിക നീതിക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ എന്നിവ എന്താണ് സർക്കാർ എന്താണ് ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. Then government interventions to address socio-economic inequality. എന്താണ് ഇവിടെ പറയുന്നത്? ഈ സാമൂഹിക സാമ്പത്തിക അസമത്വം, അതായത് എന്താണ് സോഷ്യോ എക്കണോമിക് ഇൻഇക്വാളിറ്റി ഇതിനെ പരിഹരിക്കുന്നതിനുള്ള സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ട് അല്ലെ. ദ ഗവൺമെന്റ് ഇംപ്ലിമെന്റ്സ് വേരിയസ് സ്കീംസ് ഫോർ ദ അപ്ലിഫ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹു ഫേസ് ഇൻഇക്വാളിറ്റി. Central and state government have been implementing various schemes to provide food, shelter, education, healthcare and other basic facilities to all sections ഓഫ് പീപ്പിൾ. ലെറ്റ്സ് ഗെറ്റ് ടു നോ ദം. എന്താണ് ഈ ഇൻഇക്വാളിറ്റി നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് അല്ലെ. ഭക്ഷണം, അതുപോലെ ഫുഡ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി എന്താണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. അവ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, എന്താണ് വെൽഫെയർ പെൻഷൻ അല്ലെ, എന്താണ് ക്ഷേമ പെൻഷൻ എന്ന് പറയും. വെൽഫെയർ പെൻഷൻസ് ആർ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് aimed at providing financial assistance to people who are socially and economically backwards as well as vulnerable group. The chief beneficiaries of welfare pensions are senior citizens, the differently abled widows, unmarried women above 50 years of age, farmers, etc. നോക്കൂ, ഇവിടെ എന്താ ഇവിടെ പറയുന്നത്? ഈ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ജനവിഭാഗങ്ങൾക്കും അതുപോലെ ദുർബല വിഭാഗങ്ങൾക്കും എന്താണ് സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതികളാണെന്ത് ഈ വെൽഫെയർ പെൻഷൻ എന്ന് പറയുന്നത്. ആർക്കൊക്കെ കിട്ടുക? വലിയ ഒരു മുതിർന്ന പൗരർ അല്ലെ, പിന്നെ ഈ ഭിന്നശേഷിക്കാർ, അതായത് കൈക്കും കാലിനൊക്കെ സുഖമില്ലാത്ത അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കാലിന് എന്താണ്
അങ്ങനത്തെ ഭിന്നശേഷിക്കാർ അവർക്ക്, പിന്നെ വിഡോസ് വിധവകൾ അല്ലെ, പിന്നെ 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, 50 വയസ്സിന് മുകളിലുള്ള കല്യാണം കഴിക്കാത്ത സ്ത്രീകൾക്ക്, പിന്നെ കർഷക തൊഴിലാളികൾ മുതലായവരാണെന്ത് ഈ ക്ഷേമ പെൻഷൻ, ഈ വെൽഫെയർ പെൻഷനുകൾ പ്രധാനമായിട്ട് അവർക്കാണ് കിട്ടുന്നത് അല്ലെ. വാട്ട് ആർ ദ വേരിയസ് വെൽഫെയർ പെൻഷൻസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ്? ഈ സർക്കാർ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വിവിധ വെൽഫെയർ പെൻഷൻസ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? അഗ്രികൾച്ചറൽ ലേബർ പെൻഷൻ, പിന്നെ ഓൾഡ് ഏജ് പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, പിന്നെന്താ വിഡോ പെൻഷൻ, പിന്നെന്താണ് പറയുന്നത് ഡിഫറെന്റ്ലി ഏബിൾഡ് പെൻഷൻ അല്ലെ. അവർക്കൊക്കെ എന്താണ് ഈ പെൻഷൻ വെൽഫെയർ പെൻഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. ദെൻ സ്കോളർഷിപ്പ്. ഇനി എന്താണ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ നോക്കൂ. മെനി സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻസ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ദ സ്കോളർഷിപ്പ് അവൈലബിൾ ഫോർ സ്റ്റുഡൻസ്. വിദ്യാഭ്യാസ ആവശ്യത്തിന് എന്താണ് വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കുക. ഏതൊക്കെയാണ്? പ്രീ മെട്രിക് സ്കോളർഷിപ്പ്. എന്താണ് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ ഏതൊക്കെ സ്കോളർഷിപ്പാണുള്ളത്? ഏതൊക്കെയാണ്? പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, മെറിറ്റ് സ്കോളർഷിപ്പ്, CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്, പിന്നെ ഒന്നും കൂടി ഉള്ളതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് സ്കോളർഷിപ്പ് കേട്ടോ. പിന്നെ അടുത്ത എന്താണ്? ദെൻ find and discuss in the class the opportunities and schemes that help to uplift the students educationally, address their backwardness and reduce inequality. വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസപരമായി ഉയർത്താനും പിന്നോക്കാവസ്ഥയിൽ പരിഹരിക്കാനും ഈ ഇൻഇക്വാളിറ്റി കുറയ്ക്കാനും സഹായിക്കുന്ന പുതിയ അവസരങ്ങളും പദ്ധതികളും നിങ്ങൾ കണ്ടെത്തിയിട്ട് ക്ലാസ് റൂം ചർച്ച ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടെത്തുക എന്നുള്ളത്, നിങ്ങൾ കണ്ടെത്തുന്നത് എന്താണെന്നൊക്കെ ഒന്ന് അഭിപ്രായം എന്താണ് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദിസ് വാട്ട് ആർ ദ അതർ സ്കീംസ് ബീങ് ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് ടു അഡ്രസ് സോഷ്യോ എക്കണോമിക് ഇൻഇക്വാളിറ്റി? എന്താണ് സോഷ്യോ എക്കണോമിക് ഇൻഇക്വാളിറ്റിനെ പരിഹരിക്കാൻ ഇവ കൂടാതെ മറ്റെന്തെല്ലാം പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ, എന്താണ് പൊതുവിതരണ കേന്ദ്രം എന്ന് അറിയില്ല, റേഷൻ കട എന്നൊക്കെ പറയില്ല അത്. പിന്നെന്താണ് മാവേലി സ്റ്റോറ്, പിന്നെന്താണ് നീതി സ്റ്റോർ. ഇതൊക്കെ എന്താണ് ഗവൺമെന്റ് ഇൻഇക്വാളിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നതാണ് അല്ലേ പദ്ധതികളാണിത്. Then have you noticed the picture? Public distribution center, Maveri store and Nidhi store are systems that provide essential commodities at low price. Through these centers we get goods at cheaper rates with the subsidy provided by the government. ചിത്രങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ആവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാവുന്ന സംവിധാനങ്ങളാണിത് ഈ പൊതുവിതരണ കേന്ദ്രം, അതുപോലെ എന്താണ് മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ എന്നിവ സർക്കാർ നൽകുന്ന ഈ സബ്സിഡിയോടെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വിലക്കുറവിൽ എന്താണ് നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇനി സബ്സിഡി എന്താന്ന് നോക്കാം നമുക്ക്. സബ്സിഡി A subsidy is a financial benefit or support provided by the government to individuals or institutions as per criteria. Subsidy can be direct or indirect. Direct subsidy refers to support provided in cash. Indirect subsidy include lowering of tax rates and changing a lower rate of interest on loans. എന്താണ് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ ഇതിൻ്റെ സപ്പോർട്ട് പ്രൊവൈഡ് ബൈ ഗവൺമെന്റ് ഇൻഡിവിജ്വൽസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രൈറ്റീരിയ അല്ലെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തികമായുള്ള ആനുകൂല്യമോ അല്ലെങ്കിൽ സപ്പോർട്ടോ പിന്തുണയോ ആണ് ഇത് സബ്സിഡി എന്ന് പറയുന്നത് അല്ലേ. നേരിട്ടോ അല്ലാതെ സബ്സിഡി നൽകാം. പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ എന്താ സൂചിപ്പിക്കുന്നില്ല? നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾ കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ എന്താണ് പരോക്ഷ സബ്സിഡിയിൽ പെടുന്നു. ഇത് എന്താണ് പറയുന്നത്? സബ്സിഡി എന്ന് പറയുന്നത് എന്താണ്? ഈ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ എന്താക്കുന്നുണ്ട് ഗവൺമെന്റ് സബ്സിഡി നൽകുന്നുണ്ട് അല്ലേ. ചിലർക്ക് ക്യാഷ് ആയിട്ടാണ് നൽകുന്നത്, ചിലർക്ക് എന്താണ് പണമായി നൽകുന്ന പിന്തുണ എന്താണ് നേരിട്ടുള്ള സബ്സിഡിയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ, ഡയറക്റ്റ് ആയിട്ടുള്ള സബ്സിഡിയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ടാക്സിന്റെ നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ എന്താണ് ഇൻഡയറക്റ്റ് സബ്സിഡിയിൽ പെടുന്നു അല്ലേ. Then several schemes and programs are being implemented by the central and state government and the local self-government for poverty alleviation and to reduce social inequality. Let's get to know a few of them. എന്താ ഇവിടെ പറയുന്നത്? ദാരിദ്ര്യ ലഘൂകരണത്തിനും പോവേർട്ടിന്റെ എന്താണ് ലഘൂകരണത്തിനും അതുപോലെ സാമൂഹിക ഇൻഇക്വാളിറ്റി കുറയ്ക്കുന്നതിനുമായി നിരവധി പദ്ധതികളും പരിപാടികളും എന്താണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ
സംസ്ഥാനം സ്ഥാപനങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട് അല്ലേ. എന്താണ് സെൽഫ് ഗവൺമെന്റും അതുപോലെ എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റും ലോക്കൽ സെൽഫ് ഗവൺമെന്റും ഒക്കെ എന്താക്കുന്നുണ്ട്, അവരൊക്കെ ഈ നടപ്പിലാക്കി വരുന്നുണ്ട് അല്ലേ. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. എന്താണ് ഈ പോവേർട്ടി പറഞ്ഞാൽ ദാരിദ്ര്യം അല്ലെ, അതിന്റെ ലഘൂകരണത്തിനും അതുപോലെ എന്താണ് സോഷ്യൽ ഇൻഇക്വാലിറ്റി റിഡ്യൂസ് ചെയ്യാനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനായിട്ട് എന്താണ് നിരവധി പദ്ധതികളാണ് ഈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റും ലോക്കൽ സെൽഫ് ഗവൺമെന്റും നടപ്പിലാക്കി വരുന്നത് അല്ലെ. അവയിൽ താഴെ ചിലത് നോക്കാം നമുക്ക് അല്ലെ. എന്താണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്നതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലെ. The scheme ensures unskilled physical employment for not less than 100 days in a financial year to any family residing in rural area. Its beneficiaries are individual above 18 years old. It's a poverty alleviation scheme designed and implemented by the central and state government. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നില്ല. പലരും തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാരായിരിക്കില്ല, വീട്ടിലുള്ള ആൾക്കാരില്ല, ചിലർ പോകുന്നുണ്ടാവും, ചിലർ പോകുന്നില്ല അല്ലെ. അപ്പൊ അവർക്ക് അറിയാൻ പറ്റൂല 100 ദിവസമാണ് അവരുടെ എന്താണ് ഇത് കണക്കില്. അപ്പൊ 100 ദിവസത്തില് കുറയാത്ത അതിവിദഗ്ധ കായിക തൊഴിലാണ് ഇത് പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിന്റെ ഉപഭോക്താക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ഇതിലെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്താക്കുന്നത്, ഇത് നടപ്പിലാക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ, ലൈഫ് മിഷൻ. എന്താണ് ലൈഫ് മിഷൻ? ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ കംപ്ലീറ്റ് ഹൗസിംഗ് സ്കീം ലൈഫ് is to provide a safe and a decent housing system in Kerala for all the landless, homeless people with homes that have not been fully constructed and those whose existing house is not fit to live in. This is a scheme designed and implemented by the central and state government. എന്താണ് കേരളത്തിലെ എല്ലാ ഭൂമി ഇല്ലാത്ത ആൾക്കും അതുപോലെ എന്താണ് വീടില്ലാത്ത ആൾക്കാർക്കും എന്താണ് വീട് പൂർത്തിയാക്കുന്നവർക്കും എന്താണ് എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും വീട് പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള വീട് വാസയോഗ്യമല്ലാത്തവർക്കും എന്താണ് സുരക്ഷിതവും മാന്യവുമായ എന്താണ് പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഒരു സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ലൈഫിന്റെ ലക്ഷ്യം അല്ലെ. ഈ സെൻട്രൽ സ്റ്റേറ്റ് സർക്കാരുകളുടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് അല്ലെ. അപ്പൊ ഇതെന്താണ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത്. എന്താണ് അതായത് വീടില്ലാത്തവർക്ക് അല്ലെ, എന്താണ് വീടില്ലാത്തവർക്കും അതുപോലെ വീട് വാസയോഗ്യമല്ലാത്തവർക്കും അതുപോലെ എന്താണ് ഭൂരഹിതർക്കും എന്താണ് മാന്യമായ രീതിയിൽ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക അല്ലെ, വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇത് ലൈഫ് മിഷനോടുള്ള ഉദ്ദേശം അല്ലെ. അതെന്താണ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇത് നടപ്പിലാക്കുന്നത്. ഓക്കെ, ദെൻ തീരമൈത്രി. അടുത്തതാണ് തീരമൈത്രി. The government of Kerala is implementing Theeramaitri, the small business enterprises the development plan to bring women from the families of the fisher folk into the mainstream of society by making them entrepreneurs. Through this project implemented throughout Kerala, it is envisaged to ensure the socio-economic empowerment of fisherwomen. എന്താണ് ഈ മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ അവിടുത്തെ പെണ്ണുങ്ങളെ എന്താണ് സംരംഭകരാക്കിയിട്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായിട്ട് ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ എന്താണ് ഈ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കുന്നു. നെക്സ്റ്റ് എന്താണ് കൈവല്യ അല്ലെ. കൈവല്യ എന്താ നോക്കാം നമുക്ക്. ദിസ് ഈസ് എ റീഹാബിലേഷൻ സ്കീം ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ഫോർ ദ ഡിഫറently ഏബിൾ ജോബ് സീക്കേഴ്സ്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് പ്രൊജക്ട് കൺസിസ്റ്റ് ഓഫ് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ. എന്താണ് ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണിത്. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇനി എന്താണ്
വിദ്യാവാഹിനി എന്താണ്? The Vidyavahini is a project to provide transportation facilities for tribal students to go to school. This scheme is implemented to ensure transportation facility for students who belong to the tribal communities and to prevent dropout. എന്താണ്? ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണിത് വിദ്യാവാഹിനി. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി എന്താണ് കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണിത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നെക്സ്റ്റ് ജനനി ജന്മ രക്ഷ എന്താണ്? ജന്മരക്ഷ. ഓക്കെ, ജനനി ജന്മരക്ഷ, എ സ്കീം ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ടു പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു പ്രഗ്നന്റ് വുമൺ ആൻഡ് മദേഴ്സ് ഹു ബിലോങ് ടു ട്രൈബൽ ഗ്രൂപ്പ്സ്. എന്താണ്? ഈ ട്രൈബൽ ഗ്രൂപ്പിലുള്ള ഗോത്ര വിഭാഗത്തിൽപ്പെട്ട പ്രഗ്നന്റ് ആയിട്ടുള്ള പ്രഗ്നന്റുകൾക്കും അതുപോലെ അമ്മമാർക്കും അല്ലെ, ഗർഭിണികൾക്കും എന്താണ് അതുപോലെ അമ്മമാർക്ക് എന്താണ് പോഷക ആഹാരം ലഭിക്കുന്നതിന് എന്താണ് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് ജനനി ജന്മ സുരക്ഷ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതായത് ഗർഭിണികൾക്ക് അല്ലെ, പ്രഗ്നന്റ് വുമൺസിനും പിന്നെ അതുപോലെ അമ്മമാർക്കും എന്താണ് ട്രൈബൽ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ ഈ പ്രഗ്നന്റ് വുമൺസിനും അമ്മമാർക്കും എന്താണ് ന്യൂട്രീഷ്യൻ ആയിട്ടുള്ള ഫുഡ് അല്ലെ, പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് ജനനി ജന്മരക്ഷ. ദെൻ അടുത്തത് എന്താണ്? പ്രതിഭാ തീരം അല്ലെ, എ സ്കീം ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ഫോർ ദ എഡ്യൂക്കേഷണൽ അഡ്വാൻസ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഹെയിലിംഗ് ഫ്രം ദ കോസ്റ്റൽ റീജിയൻ. എന്താണ് കോസ്റ്റൽ റീജിയൻ? തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് ഈ പ്രതിഭാ തീരം അല്ലെ. നെക്സ്റ്റ് എന്താണ്? ഗോത്രബന്ധു, എ സ്കീം ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള to appoint qualified persons from the tribal communities with ample knowledge of both tribal language and Malayalam as teachers in primary school to achieve the objectives of solving the language issue of tribal students and to prevent dropout. എന്താണ്? ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഈ ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്നതാണ് ഇത് കേരള സർക്കാർ പദ്ധതിയാണിത് ഗോത്രബന്ധു എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ conduct an interview with the elected representatives of local self government to gather more information about such a project. ഇത്തരത്തിലുള്ള പദ്ധതികളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുമായി ഒരു അഭിമുഖം സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താ ഇവിടെ നോക്കൂ, ഇവിടെ കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ തന്നുള്ള ടേബിൾ പൂർത്തിയാക്കാൻ പറയും. പ്രൊജക്ട് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. എന്താ പ്രൊജക്ട്? അതാണ് അല്ലെ ആ പദ്ധതി. അതിന്റെ എന്താണ് ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്? ഗുണഭോക്താക്കള് ദോസ് ഹു ഹാവ് കംപ്ലീറ്റഡ് 18 years ഓഫ് ഏജ് ഇൻ ദ റൂറൽ ഏരിയ. ഗ്രാമീണ മേഖലയിലെ 18 വയസ്സിന് മുകളിൽ ഉള്ളവരാണ് അല്ലെ. അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്? നോട്ട് ലെസ് ദാൻ 100 days ഓഫ് ഫിസിക്കൽ എംപ്ലോയ്മെന്റ് ഈസ് എൻഷ്യൂർഡ് ത്രൂ ദിസ് സ്കീം. നെക്സ്റ്റ് ലൈഫ് മിഷൻ ആണ് പ്രൊജക്ട്. ബെനിഫിഷ്യറീസ് എന്താണ്? ഓൾ ലാൻഡ്ലെസ് ആൻഡ് ഹോംലെസ് പീപ്പിൾ ഇൻ കേരള ആർ പ്രൊവൈഡഡ് വിത്ത് ഹൗസ് ആൻഡ് ലാൻഡ്. എന്താ അവിടെ? പ്രൊവൈഡ് ഹൗസ് ആണ് അതിന്റെ ഫീച്ചർ അല്ലെ, വീട് ലഭ്യമാകുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? വിദ്യാവാഹിനിയാണ് അല്ലെ. അതിന്റെ ബെനിഫിഷ്യറീസ് ഫോർ സ്റ്റുഡൻസ് ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. അതിന്റെ ഫീച്ചേഴ്സ് എൻഷുറിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഫോർ ചിൽഡ്രൻ ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ടു ഗോ ടു സ്കൂൾ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് കൈവല്യാണ് അല്ലെ. കൈവല്യയിൽ എന്താണ്? അതിന്റെ ബെനിഫിഷ്യറീസ് ആരാണ്? കാൻഡിഡേറ്റ് വിത്ത് ഡിസെബിലിറ്റീസ്. കാൻഡിഡേറ്റ് വിത്ത് ഡിസെബിലിറ്റീസ് ആണ് അല്ലെ. അതിലെന്താണ്? ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ് അതിന്റെ ഫീച്ചർ. ഓക്കെ, അപ്പൊ തീരമൈത്രി എന്താണ്? ഫിഷർ വുമൺ ആണ് അതിന്റെ ബെനിഫിഷ്യറീസ്. എന്താണ് അതിന്റെ ഫീച്ചർ? സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഫിഷർ വുമൺ എംപവർമെന്റ്. ഓക്കെ, നെക്സ്റ്റ് കൈവല്യ ഏതാണ്? കാൻഡിഡേറ്റ് വിത്ത് ഡിസെബിലിറ്റീസ്. ഓക്കെ, ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ് അതിന്റെ ഫീച്ചർ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് പ്രിപ്പയർ എ പോസ്റ്റർ ടു ക്രിയേറ്റ് അവയർനെസ് ഓഫ് വേരിയസ് സ്കീംസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് ടു അഡ്രസ് സോഷ്യോ എക്കണോമിക് ഇൻഇക്വാളിറ്റീസ്. എന്താണ് ഈ സോഷ്യോ എക്കണോമിക് ഇൻഇക്വാളിറ്റീസ് പരിഹരിക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഒരു പോസ്റ്റർ ഗ്രോയിങ് കേരള ട്രിബ്യൂട്ട് ഫോർ ദ നർച്ചേഴ്സ്. എന്താണ്? വളരുന്ന കേരളം വളർത്തിയവർക്ക് ആദരം. ദെൻ എ സല്യൂട്ട് ടു ദ ഹാൻഡ്സ് ദാറ്റ് ഫീഡ് അസ്. എന്താണ്? അന്നം തരുന്ന കൈകൾക്ക് സല്യൂട്ട്.
We have discussed how the economic, educational, geographical, and historical factors lead to social inequality. Such inequalities also create obstacle to social progress. Central and state government have been devising and implementing various schemes to ensure social progress and equality guaranteed by the Constitution. All human beings should have the opportunity to meet their basic needs to live independently. We need to intervene in society by the recognizing that all human beings are equal and realize the need to bring together those who face inequality. എന്താണ് നമുക്ക് ജോഗ്രഫിക്കലായിട്ടും അതുപോലെ എന്താണ് എഡ്യൂക്കേഷണൽ ആയിട്ടും എക്കണോമിക് ആയിട്ടും ഹിസ്റ്റോറിക്കൽ ഫാക്ടറൈസും ഒക്കെ ആയിട്ട് എന്താണ് സാമൂഹിക ഇന്നിക്വാളിറ്റിക്ക് കാരണമാകുന്നത് എങ്ങനെയാണെന്ന് ചർച്ച ചെയ്തു അല്ലേ. ഇത്തരം ഇന്നിക്വാളിറ്റീസ് എന്താണ് നമ്മുടെ സോഷ്യൽ പ്രോഗ്രസിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് അല്ലേ. ഭരണഘടന പൗരർക്ക് എന്താണ് ഉറപ്പ് നൽകുന്ന തുല്യതയിലേക്ക് എല്ലാ മനുഷ്യരെയും എത്തിക്കുന്നതിനും അതുപോലെ എന്താണ് ഈ സോഷ്യൽ പ്രോഗ്രസ് സാധ്യമാക്കുന്നതിനും എന്താണ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റാനും സ്വതന്ത്രരായി ജീവിക്കാനുമുള്ള അവസരം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന വസ്തുത തിരിച്ചറിഞ്ഞ് എന്താണ് അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ട് സമൂഹത്തിൽ ഞാൻ എന്താണ് ഇടപെടേണ്ടതുണ്ട് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താക്കുക, ഈ ചാപ്റ്റർ നന്നായി പഠിക്കുക, മനസ്സിലാക്കുക, ഓരോന്നും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് എന്താക്കുക പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.